റേഡിയോളജി അഥവാ ഇമേജിംഗ് ടെക്നോളജി എന്ന കോഴ്സിനെ പറ്റിയാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. BSc റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, BSc റേഡിയോ തെറാപ്പി, BSc റേഡിയോളജി, ഇത്തരത്തിൽ പല പേരിലാണ് ഓരോ സ്റ്റേറ്റിലും ഓരോ യൂണിവേഴ്സിറ്റികളിലും ഓരോ കോളേജിലും പൊതുവായി ഈ ഒരു കോഴ്സിനെ അറിയപ്പെടുന്നത്. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് മസിൽ പെയിൻ, ഒടിവ്, ചതവ് എന്തുമായിട്ട് ചെന്നാലും ആദ്യം അവർ പറയുന്നത് സ്കാൻ ചെയ്ത് നോക്കാനായിരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് റേഡിയേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഏത് ഹോസ്പിറ്റൽ എടുത്താലും ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഹ്യൂമൻ ബോഡിയിലെ ഇന്നർ പാർട്സിൻ്റെ ഇമേജസ് എടുക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ജോലി. അൾട്രാസൗണ്ട്, സ്കാനിങ്, CT സ്കാനിങ്, MRI, എക്സ്റേ ഇതിനെല്ലാം വഴി ഇമേജസ് എടുത്ത് പല ആരോഗ്യ പ്രശ്നങ്ങളെയും കണ്ടെത്തുക, തിരിച്ചറിയുക എന്നത് BSc റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി കഴിഞ്ഞ കുട്ടികളുടെ ഉത്തരവാദിത്തമാണ്. റേഡിയോളജിയിൽ റേഡിയോ തെറാപ്പി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കൂടി പഠിക്കാനുണ്ട്. ഇനി ക്യാൻസർ പേഷ്യൻസിന് കീമോയും റേഡിയേഷൻസും ഒക്കെ കൊടുക്കുമല്ലോ, അതൊക്കെ റേഡിയോളജിയിൽ വരുന്നതാണ്. ഇനി ഇമേജിംഗ് ടെക്നോളജി നോക്കിക്കഴിഞ്ഞാൽ ഇമേജിംഗ് ടെക്നോളജിയിൽ വരുന്നത് സ്കാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനമാണ്. MRI, CT സ്കാനിങ്, അതിനുപയോഗിക്കുന്ന മെഷീൻസിനെ പറ്റിയുള്ള പഠനം തുടങ്ങിയവയാണ് ഇമേജിംഗ് ടെക്നോളജിയിൽ വരുന്നത്. സോ റേഡിയോളജി എടുത്തിട്ടുള്ള ഒരാൾക്ക് റേഡിയോഗ്രാഫറായിട്ടും അതുപോലെ തന്നെ റേഡിയോ തെറാപ്പിസ്റ്റായിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇമേജിംഗ് ടെക്നോളജി കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് ഒരു റേഡിയോഗ്രാഫറായിട്ട് മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ കോഴ്സിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ, അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് +1, +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റ് നിർബന്ധമായും പഠിച്ചിട്ടുണ്ടാകണം. അതോടൊപ്പം തന്നെ 3 സബ്ജക്റ്റുകൾക്കും 50% മിനിമം മാർക്കെങ്കിലും എടുത്തിട്ടും ഉണ്ടാകണം. ഇനി ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന വഴി ഹോസ്പിറ്റലുകളിലും സ്കാനിങ് സെൻ്ററുകളിലും സ്കാനിങ് മെഷീൻ മാനുഫാക്ചറിങ് കമ്പനികളിലുമൊക്കെ വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. ഇനി MSc കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചിങ് പ്രൊഫഷൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡും ചൂസ് ചെയ്യാൻ കഴിയും. ഇന്ത്യയിലും GCC കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലുമൊക്കെ വലിയൊരു നല്ല സാലറി പാക്കേജിൽ ഈ കോഴ്സ് പഠിച്ചവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അഥവാ റേഡിയോളജി പോലുള്ള കോഴ്സുകൾക്ക് നിങ്ങൾ കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയമായ കാര്യങ്ങൾക്കോ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. നന്ദി.